ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഭാരിക ആ, ഒരു നിക്ഷേപകനെ സമാധാനിപ്പിച്ച കാര്യം പുറത്തു വന്നതിന് ആ, ഒരുപാട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപകരെ പലതും പറയാതെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നമാണ്, വലിയ പാനിക്കാണ് ഇന്നലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ലീഡർമാർക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഭാരിക്കയുടെ ആ വോയിസ് പുറത്തു വന്നതോടുകൂടി ഇവന്മാരൊക്കെ നമ്മളെ പറ്റിക്കുകയായിരുന്നു, ഭാരിക്ക പറഞ്ഞതിലാണ് സത്യം എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവന്മാർ തന്നെ പറയുന്നുണ്ട്, ഈ പണം വിധിച്ചു കൊടുത്തതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഫോണിലൂടെ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ചെവിയിൽ പോയി പറഞ്ഞാൽ പോരെ? ഇങ്ങനെ ഫോണിലൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീക്കാവുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ ഭാര്യയ്ക്കില്ലേ എന്നൊക്കെയാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. പിന്നെ ഭാര്യയ്ക്കയുടെ ആ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2, 3, 4 ആൾക്കാരെ ചേർത്ത് അവരുടെ കഫം തിന്ന് ലീഡറാണ് എന്ന് നടക്കുന്ന ചില ആൾക്കാർ, അവർക്ക് ആകെ അറിയാവുന്നത് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ശ്രീന എന്നും പ്രതാപനും എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഏതെങ്കിലും കേസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലും കേസ് ഇട്ടിട്ടുണ്ടോ എന്ന് മാത്രം അറിയുന്ന ആൾക്കാരൊക്കെയാണ്. ഈ കമ്പനിയുടെ ക്രിപ്റ്റോ പ്രൊജക്റ്റ് തട്ടിപ്പായിരുന്നു, എന്നാലും ആ ക്രിപ്റ്റോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച, ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിച്ച ഒരാളെ കുറിച്ച് ഇത്തരത്തിൽ മോശം പറയുന്നത്. 2 കോടിയാണ് ഓരോ ലീഡർമാർക്കും കമ്പനി കൊടുത്തത്. നിങ്ങൾ ഇതിന് ആൾക്കാരെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 2 കോടി രൂപ വീതമാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ഇവർ ടോക്കൺ, ക്രിപ്റ്റോ കോയിൻ എന്ന് പറഞ്ഞ് ഇവർ അത് വിൽപ്പന നടത്തുന്നത്. കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമാക്കിയ ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാരിക. പക്ഷേങ്കിൽ ഭാരിക ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഭാരിക ഇഡിക്ക് കൊടുത്ത കണക്കിൽ നിന്ന് ഇഡിക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇഡി നിരന്തരം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തെങ്കിലും ഇദ്ദേഹത്തെ പ്രതി ചേർക്കാതെ, ഇദ്ദേഹം ഇതിൽ നഷ്ടം സംഭവിച്ച ആളാണ്. ഇദ്ദേഹം ഉണ്ടാക്കിയ പണം തേച്ചും വീണ്ടും ഹൈറിച്ചിൽ തന്നെ നിക്ഷേപിക്കുകയായിരുന്നു പാവം എന്നും, ഇദ്ദേഹത്തിന് പണം തിരിച്ചു കിട്ടേണ്ട ആളാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ അവസാനം പ്രതിപ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഭാരിക നിഷ്കളങ്കനാണ്, കാര്യങ്ങളൊക്കെ മറയില്ലാതെ പറയുന്ന ആളാണ്. പറയുന്ന ചിലതിൽ ചില വിവരക്കേടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ചില വിവരക്കേട് എന്ന് പറയുന്നത്, ഭാരിക പറയുന്നത് ഈ കേസ് FIR കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, അവർക്ക് ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അത് തെറ്റാണ് ഭാരിക. നമുക്കറിയാം, സെഷൻസ് കോടതിയിലെ വിധി തന്നെ ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതിൽ ആരാണ് നിക്ഷേപകർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാതിയുള്ളവർ മാത്രമാണ് നിക്ഷേപകർ. അല്ലാതെ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് നോക്കി അതിലെ നിങ്ങളുടെ കള്ളക്കണക്കുകൾ നോക്കി നിക്ഷേപകരെ തീരുമാനിക്കുന്ന പ്രവൃത്തി ഗവൺമെൻറ്റിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഗവൺമെൻറ് മുന്നാകെ ഒരു പരാതി വേണം, പരാതിയിൽ അന്വേഷണം നടക്കണം, പോലീസിൻ്റെ കണ്ടെത്തൽ വേണം, പോലീസിൻ്റെ റിപ്പോർട്ട് വേണം. എങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു യഥാർത്ഥ പരാതിക്കാരനാവുകയുള്ളൂ. എത്രയൊക്കെ പണം കിട്ടിയിട്ടുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഏതൊക്കെ ദിവസമാണ് നിങ്ങൾ കമ്പനിയിൽ പണമിട്ടത്, അങ്ങനെയുള്ള രേഖകളൊക്കെ കൊടുക്കേണ്ടി വരും. അത് കോടതിയും പരിഗണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പണം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ക്ലെയിം പെറ്റീഷൻ്റെ ആപ്ലിക്കേഷൻ്റെ അടക്കം നിങ്ങളുടെ FIR നമ്പറുകൾ ചോദിക്കുന്നത്. നിങ്ങൾ കലക്ടർ ഓഫീസിൽ C സെക്ഷനാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ C സെക്ഷനാണ്. അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാലും, കോമ്പറ്റൻ്റ് അതോറിറ്റി പോയി ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളോട് പറയുക FIR നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ്.
അല്ലാതെ FIR ഇട്ട് കഴിഞ്ഞാൽ ശിക്ഷ മാത്രമേ കിട്ടൂ. അത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാണ് ശിക്ഷ കിട്ടുക. അല്ലാതെ അവന് വസ്തുവകകൾ ഉണ്ടെങ്കിൽ ആ വസ്തുവകകൾ പിടിച്ചെടുക്കാനുള്ള നിയമം തന്നെയാണ് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. ആ ബഡ്സ് ആക്ട് പിടിച്ചെടുത്തിട്ടാകുമ്പം സർക്കാരിലേക്ക് മുതൽ കൂട്ടുകയല്ല ചെയ്യുക, നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇനി നിക്ഷേപകരൊന്നും ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ സർക്കാരിലേക്ക് മുതൽ കൂട്ടുമായിരിക്കും ഇവർ ചെയ്ത കുറ്റത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച്. ഇനി ഇവരുടെ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, ഇവൻ്റെ അച്ഛനൊക്കെ കൊടുത്തതാണ് എങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും മതി എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യയ്ക്ക് പറഞ്ഞതിലൊരു തെറ്റ് എന്ന് പറയുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷ മാത്രമേ കിട്ടുള്ളൂ, പണം കിട്ടുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അത് തെറ്റാണ് എന്ന് സെഷൻസ് കോടതിയിലെ വിധി തന്നെയുണ്ട്. ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവരുടെ പ്രോപ്പർട്ടി ഓപ്ഷൻ നടത്തിയോ പ്രൈവറ്റ് സെയിൽ നടത്തിയോ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് കൂടി എന്തിനാണ് ഭാര്യയ്ക്ക് ഇതുപോലെയുള്ള ഭാര്യയ്ക്ക് പറയുന്നത്, ഞാൻ ഈ വിധി വരുന്നതിന് മുമ്പേ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നലെ പുറത്തു വന്നതെന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ ഓപ്ഷൻ നടത്തി ആ പണം നിങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ വെള്ളക്കടലാസിൽ പരാതിയില്ല എന്നും നമുക്ക് പൂളിംഗം മതി എന്നുമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഒരു കാലത്തും പൈസ കിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരെ ഈ മാർച്ച് മാസം ആയതുകൊണ്ട് ജപ്തി നടപടികളും മറ്റുമായി നേരിടുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് വേറെ ഈ കമ്പനി തട്ടിപ്പ് നടത്തിയെന്ന് പറയാത്തിടത്തോളം കാലം അവർ അത് അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവർ ഇതുപോലെ കൂട്ടായ്മകൾ ഉണ്ടാക്കി കലക്ടറെയും അതുപോലെ തന്നെ കോമ്പറ്റൻ്റ് അതോറിറ്റിയെയും ക്രൈംബ്രാഞ്ചിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് കോടതി അല്ലെങ്കിൽ ഈ കേസ് കോടതിയിലേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ, ലേല നടപടിക്രമങ്ങൾ, പണം വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങുകയും ചെയ്യും. പക്ഷെങ്കിൽ ഇതുപോലെ അവരുടെ നടപടികളെ പോലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ സഹായം ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ കുടുംബമൊക്കെ അല്ലെങ്കിൽ ഇവരുടെ വസ്തുവകകളൊക്കെ പോയി കഴിഞ്ഞാലും ഇവർ പഠിക്കില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ബൈ.